അതിർത്തിക്കപ്പുറത്ത് ശത്രുക്കളുടെ ചങ്കിടിപ്പ് കൂട്ടി ഭാരതത്തിന്റെ അടുത്ത തദ്ദേശീയ ദിവ്യാസ്ത്രം വിണ്ണിൽ കുതിച്ചുയർന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടൊരുമി നിൽക്കുന്ന രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ച ഇന്ത്യൻ സൈന്യം നടത്തിയ ആ അത്യാധുനിക ആയുധ പരീക്ഷണം കേവലം ഒരു പരീക്ഷണമായിരുന്നില്ല, മറിച്ച് അതിവേഗം അതിർത്തി കടന്ന് ആക്രമിച്ചു കയറാൻ ഇന്ത്യ കൈവരിച്ച പുതിയ സൈനിക കരുത്തിന്റെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പായിരുന്നു. മോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ കീഴിൽ ശത്രുക്കളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക തദ്ദേശീയ ചാവേർ ഡ്രോൺ ദിവ്യാസ്ത്ര MK1 ഒടുവിൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യൻ സൈന്യം കരുത്ത് തെളിയിച്ചിരിക്കുന്നു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിലാണ് ജോധ്പൂരിലെ കടുത്ത മരുഭൂമിയിലെ ചൂടിൽ ഈ അത്യപൂർവ പരീക്ഷണം അരങ്ങേറിയത്. സാധാരണ മിസൈൽ വിക്ഷേപണ തറകളിൽ നിന്നല്ല, മറിച്ച് അതിവേഗം ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധാരണ SUV അല്ലെങ്കിൽ ട്രക്കിൽ ഘടിപ്പിച്ച് മൊബൈൽ ലോഞ്ചറിൽ നിന്നാണ് ദിവ്യാസ്ത്ര MK1 ആകാശത്തേക്ക് കുതിച്ചുയർന്നത്. യുദ്ധക്കളത്തിൽ അതിവേഗം വിന്യസിക്കാനും ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രുവിന്റെ കണ്ണ് വെട്ടിച്ച് തൊടുക്കാനും ഇതിലൂടെ സൈന്യത്തിന് സാധിക്കും. 500 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യസ്ഥലങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ ചാവേർ ഡ്രോണിന് തുടർച്ചയായി 5 മണിക്കൂർ വരെ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ കഴിയും. ഈ അത്യപൂർവ ശേഷിയെ ലോയിറ്ററിംഗ് മ്യൂണിഷൻ എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് അനുയോജ്യമായ സമയം നോക്കി ശത്രുവിന്റെ ഒളിത്താവളങ്ങളിലേക്ക് ഒരു മിസൈലായി മാറി തുളച്ചു കയറാൻ ശേഷിയുള്ളതാണ് ഈ ദിവ്യാസ്ത്രം. ലക്നൌ ആസ്ഥാനമായിട്ടുള്ള ഹോവ്രിറ്റ് എന്ന ഇന്ത്യൻ ഡിഫൻസ് സ്റ്റാർട്ടപ്പാണ് ഈ ആയുധം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി ഡ്രോണുകളും മിസൈലുകളും ഇറക്കുമതി ചെയ്യുന്ന രീതി അവസാനിപ്പിക്കാൻ മോദി സർക്കാർ ലക്ഷ്യമിട്ട മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ നാഴികക്കല്ലാണിത്. കാരണം ഈ ദിവ്യാസ്ത്ര ഡ്രോണിന്റെ 95% ഭാഗങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിതമാണ്. വിദേശ ഡ്രോണുകളുടെ വെറും 1/3 ചെലവിൽ 1/3 കോസ്റ്റിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നതിനാൽ ഇന്ത്യൻ പ്രതിരോധ ബജറ്റിന് ഇത് വലിയ ആശ്വാസമാകും. ഇലക്ട്രോ ഓപ്റ്റിക്സ്, ക്യാമറകൾ, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ റിലേകൾ, മാരകമായിട്ടുള്ള വാർ ഹെഡുകൾ എന്നിവ ദൗത്യത്തിനനുസരിച്ച് ഇതിൽ ഘടിപ്പിക്കാൻ സാധിക്കും. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകളുടെയും ചാവേർ മിസൈലുകളുടെയും ചാവേർ ഡ്രോണുകളുടെയും ഒക്കെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് ഉക്രൈൻ, റഷ്യ, ഇറാൻ, ഇസ്രയേൽ യുദ്ധങ്ങളിൽ ലോകം കണ്ടതാണ്. വ്യോമപ്രതിരോധം മറികടന്ന് വലിയൊരു തേനീച്ചക്കൂട്ടം പോലെ പറന്നു വന്ന ആക്രമണം നടത്താൻ ദിവ്യാസ്ത്ര MK1 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയുണ്ട്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ച് ഈ 500 കിലോമീറ്റർ റേഞ്ചുള്ള ആയുധം പരീക്ഷിക്കുമ്പോൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന നഗരമായിട്ടുള്ള കറാച്ചി ഉൾപ്പെടെ ഉള്ള മേഖലകൾ ഭാരതത്തിന്റെ കൃത്യമായ പ്രഹരപരിധിയിലായി മാറുന്നു എന്നതാണ് ഇതിന്റെ തന്ത്രപരമായിട്ടുള്ള വശം. ശത്രുവിന്റെ കണ്ണ് വെട്ടിച്ച് അതിർത്തി കടന്ന് കൃത്യമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താൻ ഇന്ത്യൻ സൈന്യത്തിന് ഇനി മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ഈ വിജയകരമായിട്ടുള്ള പരീക്ഷണത്തിന് തൊട്ടു പിന്നാലെ ദിവ്യാസ്ത്ര MK1 ഉടൻ തന്നെ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെ 1500 മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യപരിധിയുള്ള ഇതിലും മാരകമായിട്ടുള്ള ദിവ്യാസ്ത്ര MK2 എന്ന അടുത്ത പതിപ്പും ഇന്ത്യ വികസിപ്പിച്ചു വരികയാണ്. പ്രതിരോധ മേഖലയിൽ വിദേശ ആശ്രയത്വം അവസാനിപ്പിച്ച ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ യുവാക്കൾ വികസിപ്പിച്ച ആയുധങ്ങളിലൂടെ അതിർത്തി കാക്കാൻ ഭാരതം പൂർണ്ണസജ്ജമായി കഴിഞ്ഞു. ഭാരതത്തിന്റെ ഈ പുതിയ ദിവ്യാസ്ത്രത്തിന് മുന്നിൽ ശത്രുക്കളുടെ ചങ്കെടുപ്പ് ഇനിയും കൂടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്.